ഹായ്, ഇന്ന് ഞങ്ങൾ ഒരു AMT ഗിയർ ബോക്സ് വണ്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒന്നിലധികം പേര് നമ്മൾക്ക് പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ് കൊടുക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും ചോദിച്ച ഒരു സംശയമുണ്ട്. ഇങ്ങനെ ഇതിനകത്തൊരു മാനുവൽ മോഡുണ്ട്, അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇത് ഡ്രൈവർമാരെ ഉദ്ദേശമല്ല. ഇതിനകത്ത് കമന്റ് ചെയ്യാനും വരരുത്, പൊങ്കാലയിടാൻ വരരുത്. ഞങ്ങൾ അങ്ങനെയല്ല, ഇത് പുതിയ അറിവാണെന്ന് പറഞ്ഞ് വരരുത്. ഇത് അറിയാൻ മേലാത്തവരും ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. AMT ഗിയർ ബോക്സ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാം. അതായത് മാനുവൽ ഗിയർ വണ്ടിയെ തന്നെ കൺവേർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കുറേ പോരായ്മകളും ഉണ്ട്. അപ്പോൾ ഈ ഗിയർ ബോക്സിൽ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ മോഡ് M എന്ന് എഴുതിയിരിക്കുന്നത് ഇത് എന്തിനാണെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നോർമലി ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ഗിയർ സെലക്ട് ആയി. ഇത് ഓട്ടോ മോഡാണ്. അതായത് വാഹനം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം ഉരുളുന്നതിനോ അനുസരിച്ച് വേഗത എത്തുന്നതനുസരിച്ച്, ഓരോ ഗിയറിൻ്റെയും വേഗത എത്തുന്നതനുസരിച്ച് അടുത്ത ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും, ചേഞ്ച് ആയിക്കോളും. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നമുക്ക് നോക്കാം. എന്താ 0-യിലാണ് വണ്ടി നിൽക്കുന്നത്. വണ്ടി ഇവിടുന്ന് ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്തപ്പോൾ തൊട്ട് വേഗത എടുക്കാൻ തുടങ്ങി. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ആ ഗിയർ ചേഞ്ച് ആവും. സെക്കൻഡ് ഗിയർ വീണ്. അങ്ങനെ നമ്മൾ സ്പീഡ് കൊടുക്കുന്നതനുസരിച്ച് ഗിയർ ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതാണ് AMT ഗിയർ ഓട്ടോ മോഡിൽ കിടന്നാൽ. ഇനി ഇതിനൊരു മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതായത് ഓട്ടോ മോഡിൽ വന്നതിന് ശേഷം ഈ ലിവറിനെ ഇങ്ങനെ ഇടത്തോട്ട് മാറ്റിയാൽ ഇത് മാനുവൽ മോഡിലായി, M എന്നായി. അതിനർത്ഥം ഈ വണ്ടി മാനുവൽ മോഡിലായി. അതായത് ഇനി ഈ വാഹനം ഞാൻ എത്ര ആക്സിലേറ്റർ കൊടുത്താലും രണ്ടാമത്തെ ഗിയർ വീഴില്ല, ഒന്നാമത്തെ ഗിയറിൽ തന്നെയായിരിക്കും ഈ വണ്ടി പോകാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ അതും ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാൻ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര ത്രോട്ടിൽ കൊടുത്താലും RPM ഫുള്ളാകുന്നതല്ലാതെ ഗിയർ രണ്ടാമത് വീഴില്ല. രണ്ടാമത്തെ ഗിയർ ഇതിൽ ഇനി വീഴില്ല. ഇനി രണ്ടാമത്തെ ഗിയർ ഈ വണ്ടിയിൽ വീഴണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഗിയർ ഈ വാഹനത്തിൽ വീഴണമെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് എനിക്ക് രണ്ടാമത്തെ ഗിയർ എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പം ഇതിൽ പ്ലസ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഗിയറിലേക്ക് വണ്ടി സെലക്ട് ആയി. ഇനി ഞാൻ എത്ര ആക്സിലേറ്റർ കൊടുത്താലും ഈ വണ്ടിയിൽ മൂന്നാമത്തെ ഗിയർ വീഴില്ല. മൂന്നാമത്തെ ഗിയർ വീഴണമെങ്കിൽ